കാശി പറഞ്ഞോളൂ. ഹായ്, വെഡിലിംഗ് വണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാശി. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വ്ളോഗുമായിട്ടാണ്. അപ്പം നമ്മളിന്ന് ശിവഗിരിയിലാണ് നിൽക്കുന്നത്. എല്ലാ വർഷത്തെയും കണക്ക് ശിവഗിരി ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. കാശി, നമ്മൾ 30-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. നാളെ പദയാത്ര ആയതുകൊണ്ട് നല്ല ആളാണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള തീർത്ഥാടകരെല്ലാം വരും. ഫോണെല്ലാം നേരെ പിടിച്ചിരിക്കണം, ബാഗ് എല്ലാം നീ സ്വന്തമായിട്ട് നിന്നെ സൂക്ഷിച്ചോളണം. പറയാൻ പറ്റത്തില്ല, എൻ്റെ ഇടയിൽ ചിലപ്പോൾ കള്ളന്മാരും കാണാൻ ചാൻസ് ഉണ്ട്. നല്ലെണ്ണ, വെളിച്ചെണ്ണ എല്ലാം ഉണ്ട്. ഔഷധം തയ്യാറാക്കിയെന്ന് നിനക്ക് വേണോ? നിനക്ക് വേണ്ടേ? അവിടെ ചെടിക്കടയുണ്ട് കേട്ടാ, ചെടികളെല്ലാം ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം. തിരിച്ചു വരുമ്പോഴേ കയറി നോക്കാം, എന്തെങ്കിലും നമുക്ക് ഇല്ലാത്തതുണ്ടാകും. നീ തന്നെ തൂക്കും. ഇന്നല്ലാതെ വാങ്ങിക്കുന്ന സാധനമല്ല, നീ തന്നെ തൂക്കും. അതിനാണ് നിന്നെ കൊണ്ടുവന്നത്. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം അതിനാണ് കാണാൻ വന്നിരിക്കുന്നത്. എല്ലാം നമ്മളിൽ എനിക്കൊന്ന് വ്ലോഗ് എടുത്തതിന് ശേഷമുള്ള എല്ലാ ശിവഗിരി ഉത്സവവും നമ്മളിലുണ്ടെന്ന് തോന്നുന്നല്ലേ? 3 ഉണ്ടല്ലേ? കോവിഡ് കഴിഞ്ഞിട്ടുള്ള എല്ലാ. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഉള്ള എല്ലാ ഉത്സവങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലേ, നമുക്ക് പറ്റുന്ന രീതിയിൽ. അല്ലെങ്കിൽ കാശിയുടെയൊക്കെ ചെറിയ രൂപങ്ങളും ഇങ്ങനെ കവളൊക്കെ ചാടി കാശി ഇങ്ങനെ കൊച്ചായിട്ട് നിന്ന് ഇങ്ങനെ പറയും. 2-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഇറക്കും, തിരക്കൊക്കെ കുറയും. ആ സമയം നമുക്ക് നാണിക്കുട്ടിയും കൊണ്ട് വണ്ടിയിൽ വരാം. അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു ഇവിടെ നിന്ന് കിടന്ന് നടന്ന് തളരുകയും ചെയ്യും. പിന്നെ എടുക്കാൻ പറയും. പിന്നെ എനിക്കെടുത്തോണ്ട് നടക്കാൻ വയ്യ. പിന്നെ വേറൊരു കാര്യം, എനിക്കെടുത്തോണ്ട് നടക്കാൻ വയ്യ. ഇത്രയും ഞാൻ അവളായിട്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവളെ വണ്ടിയിൽ വെച്ചാൽ കൊണ്ട് പോവാമല്ലോ. ഇതാ കൃഷ്ണന്മാരിയ്ക്കുന്നു. ലൈറ്റ് ഇല്ലല്ലേ? പക്ഷേ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഏതാ ഫോണിൽ ലൈറ്റ് ഇട്ടാ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ടർ ഗുൽഖണ്ട്, ഇപ്പൊ അത് ദുൽഖണ്ടൊക്കെ ആയി. ചോളം ചെന്നിരുന്നെങ്കിൽ പക്ഷെ 100 രൂപയ്ക്ക് കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 100 തന്നെ, ഇത് 100. സൂപ്പറായിട്ട് നല്ല ഇതുണ്ട്. ഇതൊരു സുഖം വരുന്നില്ല, ഇതൊരു സുഖം വരുന്നില്ല. പക്ഷെ തത്ത ഉള്ളായിരുന്നു. അങ്ങോട്ട് കിടക്കാം. ഇവിടെ ആനയുണ്ട്. ആന അയ്യടോ, അവിടെ അത് കൊള്ളാടാ. അതെടുത്താണ്. അതെന്തൊരു കുറുനരിയാ? അതാരാണത്? കരടിയുടെ മഴ നനഞ്ഞിരിക്കുന്നു തോന്നുന്നു. പൂച്ചയാണോ കരടിയാണോ അതെന്ത് സാധനം അറിയാൻ വയ്യ. എനിക്ക് കുരങ്ങിനെ ഇഷ്ടപ്പെട്ട്. കുരങ്ങ് കൊള്ളാല്ലേ? കുരങ്ങിനെ അവിടെ തൂക്കിയിടാനാണ് തൂക്കിയിടുന്നത്. മീട്ടൊന്നും കടിക്കൂല, മുയലിന്റെ കളർ കൊള്ളൂല. മറ്റേ ആമയും ബാക്കി സാധനങ്ങളും കൊള്ളായിരുന്നു. ജയന്റ് വീലിൽ കയറിയത് എങ്ങനെ ഉണ്ടായിരുന്നു? ജയന്റ് വീൽ നീ വീഡിയോ കണ്ടല്ലേ? അടിപൊളിയല്ലായിരുന്നു? അപ്പം നമ്മുടെ ധന്യാമി ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ജയിന്റ് വീലിൻ്റെ ഫ്രണ്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അവരിങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്യാം. വണ്ടിയിൽ വയ്ക്കുന്നത് ധന്യാമിയും കെവിനും ഒക്കെ വന്നിട്ടുണ്ട്. നോക്കടാ, ഇതാ നല്ല രസമല്ലേ? ഇതിങ്ങനെ കുലുങ്ങുന്ന ഇതിന്റെ കണ്ണുകൊള്ളാം, രണ്ടും കൊള്ളാം. തലയിലെന്തോ ഒരു ചെറിയ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഈ പരിപാടി പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അതിന്റെ തല ശിവഗിരി ഉത്സവത്തിൽ വന്നിട്ട് ഫോണിൽ പോയിക്കൊണ്ട് നടക്കുന്നതാടാ.
ശിവഗിരി വന്നിട്ട് ആദ്യമായിട്ടൊരു സാധനം വാങ്ങിച്ചു. കാണിനി എവിടെ പോണ്? ആ ഒരെണ്ണം മതി. അവിടെ കനക അനിമലരായൊരു മരതക മണി നീ കണ്ടിട്ടുണ്ടോ പട്ടി? ആ ഇരിക്കുന്ന സാധനങ്ങളാണ്. എന്താ കണ്ടിട്ടുണ്ടോ? മൈസൂർ മാല. ഓ ഉണങ്ങി പരുവായിപ്പെട്ടു പോയി. സ്റ്റൈലല്ലേ? എൻ്റെ നടുവിന് കൈയും കൊടുത്തിരിക്കുന്നു. ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അത് ഇവിടെ നിന്ന് ഇട്ടോണ്ട് പോയ സാധനം. വാ, ഇതെത്ര? 60. അല്ല ഒരു ഗ്ലാസ് കൊള്ളും ചായ. ചൂട് ചായ കുടിക്കണല്ലേ? വാങ്ങിക്കുന്ന എല്ലായിടത്തും ടാറ്റോ അടിപ്പല്ലേ. കാർണിവൽ വെൽഫെയർ കാർണിവൽ പനിപൂരി. ഓ ഇനിയിപ്പോ തോനെ നടക്കണമല്ലേ, കാല് കഴിക്കുന്നു. എവിടെ പോണ്? കറ്റാർ വാഴ വാങ്ങിക്കുന്ന. കഴിഞ്ഞ പ്രാവശ്യം എവിടെ നിന്ന് വാങ്ങിച്ചല്ലേ? അതുകൊണ്ട് അതാണ് വാങ്ങിച്ചത്. വലുത് വാങ്ങിയായിരുന്ന? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പാല് കുടിക്കുന്ന പശു കൊള്ളാല്ലേ? നല്ലതാണ്. എന്തേരി ഈ പാല് കുടിക്കുന്ന പശുവിന് വീട്ടിൽ നല്ല തന്നെയേ. വീട്ടിൽ വെക്കുന്നത് നല്ലതല്ലേ? കൃഷ്ണനും പാല് കുടിക്കുന്ന പശു ഇതെങ്ങനെ വരാം? 300 ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോണ്ട് 200 പറഞ്ഞതാണ്. ഇനി എവിടെ വെച്ചോ? ഇനി എവിടെ വെക്കല്ലേ? 100 രൂപ. കഴിഞ്ഞ പ്രാവശ്യം പാറോപ്പയെ നമ്മളുമായിട്ട് വന്നപ്പോഴത്തേക്ക് അത് പെയിന്റ് അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെയിന്റ് അടിക്കൂല, പെയിന്റ് അടിച്ചില്ല. ഇവിടെ പോയി വണ്ടി ഇടുന്നതല്ലേ? ഇതെവിടെ പോണ്? ഗ്ലാസ് ആടാ കൊള്ളാല്ലേ? ഇത് ഓപ്പണാണ്. കേട്ടാ 120, 140 പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ വരും. 2 ദിവസം കഴിയുമ്പോൾ തിരക്ക് കുറയും, അപ്പോൾ വിലയും കുറയും. ഇതാണ് നമ്മൾ ഐഡിയ. തിരക്ക് കുറയും, സാധനം തീരില്ല. സാധനമുണ്ട്. തിരക്ക് കുറയും, വിലയും കുറയും. വിലയും കുറയും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആൾ കൂടി
കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേറ്റ് കൂടി 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 വരും. അതാവുമ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും പറയും. പുലിയുണ്ട് തന്നെ കണ്ടപ്പോൾ മനസ്സിലായി വിയർത്ത് നിൽക്കണം. നില കേട്ട് വിയർത്ത് വരണം. അതുകൊണ്ട് തന്നെക്ക് അപ്പോഴേ പിടിപ്പിച്ച് എന്താ ചെയ്യുന്നത്? ഫ്രീ ആണെന്ന് തന്നെ ഞാൻ പിന്നെ ഇന്ന് പാസ് നമുക്ക് ഇനി അതുവഴി കറങ്ങി മാളിൽ പോയിട്ട് മാൽക്കിസിന്റെ ബിസ്ക്കറ്റ് അതേപോലെ അഞ്ഞൂറ് കട്ട് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റ് ചെയ്തിട്ട് തിന്നാൻ ദിവസമോ എനിക്ക് തരും പൈസ. സൂക്ഷിച്ചൊക്കെ നില്ല്, തട്ടിയൊന്നും ഇടരുത്. ആ ഇട്ടാ പിന്നെ മൊത്തം പോവും. അപ്പച്ചട്ടി വാങ്ങിക്കുന്ന ഇരുമ്പ് കിട്ടിയ എന്തേരായിരുന്നല്ലേ വെക്കുന്ന സാധനമല്ലേ? എന്തേരി അലുവേണ ചോദിച്ചോക്ക്. ഇത് മിൽക്ക് ഹൽവ വില എങ്ങനെ? കിലോ 300 കിലോ 300 150 അര കിലോ 150 1 കിലോ ആണ് 300 ചെയ്യാൻ തന്നെ. ഫോണിന്റെ കവർ നോക്കാനുള്ള തിരക്ക്. അമ്മേമാരും കൂടെ അടി, അമ്മേമാരും കൂടെ അടി, അമ്മേമാരും കൂടെ അടി, അമ്മേമാരും കൂടെ അടി. അല്ല ഇവിടെ ജപ്പാനിൽ നിന്ന് വന്നാ വീശി 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 വീശിരിക്കുന്നത്. നിനക്ക് സമാധാനമല്ലേ? RC കാർ കേക്കോ? കേൾക്കൂല. ഇതെന്തിനു നോക്കുന്നത്? വാങ്ങിച്ചോക്കെല്ലാം കൊടുത്തതേ ഉള്ളൂ. ഒന്നാ രണ്ടെണ്ണം വാങ്ങിച്ചല്ലേ? ഒന്നല്ലേ വാങ്ങിച്ചോളൂ. മറ്റേ ബാർബിയ മതി. ടയറാണ് റബ്ബറാണ് ഡ്രിഫ്റ്റ്. എന്തേരത്?
അത് കൊള്ളാം. കൊച്ചിന് വാങ്ങിക്കുന്നത് ഞാൻ എടുക്കും ചേട്ടാ. അത് കൊള്ളാം അല്ലേ? ഇത് വാങ്ങി. കൊള്ളാം സാധനം. കൊള്ളാം മുഖാശി. എന്തിനാണ് സംഭവം? ഇതാ സർബത്തല്ല, ഇത് തണ്ണിമത്തലിൽ വെറുതെ റോസ് മിൽക്ക് ഇട്ട് ഉള്ളിലേക്ക് പിന്നെ കുടിക്കുന്നത് തിരിഞ്ഞതാ. ഞാൻ കുടിക്കാൻ, നീ കഷ്ടപ്പെട്ട് കുടിക്കണ്ട. ഇത് നമ്മളുടെ പുതിയതായിട്ട് കെട്ടിയ ഓഡിറ്റോറിയമാണ്. ഇത്രയും നാൾ ഇതിങ്ങനെയല്ലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇപ്പം മൊത്തം ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആക്കി. കണ്ടില്ലേ? പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് ഇന്ന്. പക്ഷേ ഇനി ലേറ്റ് ആവും, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഓ, ആളുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അങ്ങോട്ട് നോക്കത്തോലില്ല. ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇവിടെ അടക്കുകയും ചെയ്തപ്പോഴേക്ക് എല്ലാവരും കിടക്കും. മുളക് ബജി, പാനിപൂരി, അവര് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. നമ്മളും ഇനിയിപ്പം കറങ്ങി ഇപ്പോൾ സമയത്തായി മണി 9:45. നമ്മൾ മുകളിൽ കയറുമ്പോൾ 10 മണി കഴിയും. പയ്യെ എന്നിട്ട് നടന്ന് വീട്ടിലെത്തെ ഫോട്ടോ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു 10:30 ആവും. കാശി, നമുക്ക് അബദ്ധം പറ്റിപ്പോയല്ലേ കാശി, നെറ്റില്ലാത്തത്. ഇവിടെ നെറ്റൊന്നും നിന്നില്ല. അത് കാരണം നമുക്ക് കയ്യിൽ പൈസ കൊണ്ടുവരാത്തത് കൊണ്ട് കൊച്ചിന് സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അവൾ നമ്മളെ വീട്ടിൻ്റെ വെളിയിലാക്കും. അയ്യോ, ഏത്? അത് 2 എണ്ണമല്ലേ വാങ്ങിച്ചോളൂ. അവക്ക് അല്ല, അവക്ക് പാവ വേണം, കണ്ണാടി വേണോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വാങ്ങിച്ചില്ലല്ലോ നമ്മള്. ഇങ്ങനെ നാണിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെയാണ്. നാണിക്കുട്ടിക്ക് പറഞ്ഞ കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട്. ലൈറ്റ് എത്തിയില്ലേ? ഒന്നും കാണാൻ പറ്റൂല. ഞാൻ അവിടെ വെച്ച് ഇട്ട് നോക്കിയായിരുന്നു. ഒന്നും കാണാൻ പറ്റൂല, ബ്ലറായിരിക്കും. കാണാൻ പറ്റുമെന്നാ? കാണാൻ പറ്റത്തില്ല, പാടാണ്. പിന്നെ തത്തേനെ വാങ്ങിച്ച് എന്തോ കറങ്ങുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്തിന്? ഓ, വെറുതെ ഇരി. തലയാട്ടുന്ന പട്ടിക്കുട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തത്തമ്മയെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് നേരെ നടക്കാൻ പറ്റൂല, ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വരുന്നത്. ഈ ആളുകളെ ഇടിക്കുന്നത്. എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ കൊച്ചു വീട്ടിൽ നല്ലത്. വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സാധനം കിട്ടത്തില്ലായിരുന്നു. വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സാധനം കിട്ടത്തില്ല. കവറില്ലാത്ത ആ കാശി, എൻ്റെ കവറുണ്ട്. കവർ കൊണ്ടുവന്ന നന്നായല്ലേ? എന്തേരി സാനിറ്റൈസറിൻ്റെ ഇത് അല്ല, തുറക്കാവുന്നേ. അതിന് കുത്താൻ കമ്പില്ല. കുത്താൻ കമ്പില്ല. നല്ല സാധനം. നല്ല സാധനം. അവിടെ എല്ലാം തീർന്നു. ബാക്കി ഇരുന്നാണ് തന്നത്.
അല്ല ഓ ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ അവർ എവിടെ നിന്ന് ഇതുണ്ടാക്കാൻ രാവിലെ വെച്ചിരുന്ന സാധനം തന്നത്. കുറെ നേരം കൊണ്ട് അപ്പുറത്ത് ഇറങ്ങാൻ ഞാൻ പറയുന്നു. ചെടി വാങ്ങുന്നില്ലേ? ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണം വാങ്ങിക്കാം. 150 രൂപ. എടുക്കട്ടെ അതാ അവർ തരുമോ? എന്തേരി അവർ തരുമോ? ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പച്ച പിടിച്ചിട്ട് വേണം നമ്മൾ വീണ്ടും വാങ്ങിക്കാൻ. ഇതിൽ തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഫ്രൂട്ട് വരുന്നില്ല, ആ ഫ്രൂട്ട് വരുന്ന ആ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ആ കണ്ട് നമ്മളതെടുത്ത് നട്ടാൽ മതി. എന്തായാലും പിടിക്കുമല്ലോ. നോക്കണേ വളം ഇടുന്നത് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് അല്ല വെള്ളം നല്ലതുപോലെ വേണം, നല്ല വെയിലും വേണം. നല്ല വെയിൽ അപ്പം നോക്കാം. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വളർത്തി അത് തിന്നിട്ട് തന്നെ വേറെ കാര്യം നടക്കുന്ന കാര്യം തന്നെ നടക്കും. 8 മാസം കൊണ്ട് കായ്ക്കുന്നുണ്ടോ? 8 മാസം കൊണ്ട് കായ്ക്കും. 8 മാസം കഴിഞ്ഞിട്ട് കായ്ച്ചില്ലെങ്കിലാണ് കായ്പ്പിക്കല്ലെങ്കിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വെളിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഒട്ടിച്ചു വയ്ക്കും. വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൽ വെച്ചിട്ട് ഞാൻ വാർത്തെടുത്തിട്ട് ഇല്ല ഇത് പിടിക്കും. വളവും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ ഇടാം. നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതാ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്തേ കായ്ച്ചെന്ന് പറയും നമ്മൾ ഫസ്റ്റ്. ഇതിനെ പൊന്നുപോലെ നോക്കി നമുക്ക് കാവിടിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ചെടിയല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് ചെടിയല്ലേ? ഇത് ചെടിയാ. ഇത് ചെടിയാന്നാ? ഇത് പൂ പിടിക്കുന്ന ചെടിയാണോ? പൂ പിടിക്കും. പക്ഷെ ഇത് ഫ്രൂട്ട് അല്ലേ? ചെടിന്നാണ് എല്ലോ. ഇത് ചെടിയല്ല. ഇത് ചെടി അങ്ങനെയല്ല, പൂക്കൾ പിടിക്കുന്ന. ഞാൻ റോസ, മുല്ല, പിച്ചി അങ്ങനെയുള്ള സംഭവങ്ങളെ ഞാൻ വളർത്തിയിട്ടുള്ളൂ. ഇതിലും പൂ പിടിക്കും. മാവിലും പൂ പിടിക്കും. മാവിലും പൂ പിടിക്കും. മാവൊന്നും ഞാൻ വളർത്തിയിട്ടില്ല. മാവൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാഴ എല്ലാത്തിലും പൂ പിടിക്കും. അമ്മല്ലേ പറഞ്ഞ അമ്മ പൂ പിടിക്കുന്നത് വളർത്തിയിട്ടുള്ളത്. കാണുന്നവർക്കറിയാം. പറഞ്ഞ കേട്ടാ, ഞാൻ ചെടി മാത്രമേ വളർത്തിയിട്ടുള്ളൂ. ഇങ്ങനെ സാധനങ്ങൾ വളർത്തിയിട്ടില്ല. ഇതിനെന്തൊരു ചെടിയല്ല? ഇത് ചെടിയാണ്. പക്ഷേ ചെടിയല്ലെന്ന്. ഡ്രാഗൺ ഫ്രൂട്ട് എന്തൊരു ജീവിയാ? നാളെക്കേട് തന്നെ. ഇത് ചെടി ഞാൻ ഉദ്ദേശിച്ചത്. എത്ര വയസ്സായി? റോസാപ്പൂ, മുല്ലപ്പൂ, പിച്ചിപ്പൂ. അപ്പൊ ഇതെന്തൊരു മാരോ? അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് ചെടിയല്ലെന്ന് ഇപ്പോഴും പറഞ്ഞു. മനസ്സിലായി. പദയാത്രയ്ക്ക് വന്നിട്ടുള്ള ഭക്തജനങ്ങൾ 2 ലൈനായിട്ട് നിൽക്കേണ്ടതാണ്. 92ാമത് ശിവഗിരി തീർത്ഥാടന മതമൈത്രി പദയാത്രയാണ് ഇതാ ഇതുവഴി കടന്നു വരുന്നത്. നാളെ ഇനി പദയാത്രയ്ക്ക് പോകാൻ വേണ്ടിട്ട് നാളെയാണോ പദയാത്ര? രാവിലെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. മഞ്ഞ സാരിയൊക്കെ കൊടുത്ത് കൊടിയൊക്കെ പിടിച്ച് ഇവിടെ നിന്ന് നടന്നങ്ങ് റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് തിരിച്ചു വന്നു. ഈ മഞ്ഞ ബാഗൊക്കെ എവിടെ നീട്ടി? മഞ്ഞ ബാഗാ. ശിവഗിരിയിൽ വരുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ വേണം. ഉടുപ്പില്ലാത്തതുകൊണ്ട് മഞ്ഞ ബാഗ് എടുത്തു. റോട്ടിന്റെ മധ്യത്തൂടെയാണ് ഞാൻ നടക്കുന്നത്. ബുദ്ധി നേരത്തെ അറിഞ്ഞേ. ചെടിയല്ല. ചെടി കശി ആര്യാസ്. മസാല ദോശ വേണ്ട അല്ല. പിന്നെ ഇപ്പം 11 മണിക്ക് ഞാൻ മസാല ദോശ തിന്നാനായിട്ട് കൊണ്ടുപോകാം. 11 മണിയായി, ഇതുവരെ വീട്ടിൽ കയറിയിട്ടില്ല. ഇല്ലേ കാശി? ഓട്ടോ വിളിച്ചാൽ മതിയായിരുന്നല്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ട് ലൈറ്റ് ഇല്ല. അതൊരു പ്രശ്നമാണ്. ഞാൻ അങ്ങോട്ട് ലൈറ്റ് കുറവാണ്. പാതിരാത്രി അമ്മയും മോനും കൂടെ റോഡിൽ കൂടെ നടക്കുന്നു. ഇങ്ങനെയുള്ളൊരു അമ്മയെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം. ഇല്ലേ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കണക്ക് ഓരോ അമ്മമാര് 8 മണി സർവത്തിന് വാങ്ങിച്ചിട്ടില്ല. കാര്യം എന്താണ്?
സർബത്ത് വാങ്ങിച്ചിടാത്ത കാര്യം എന്താണ്? വെള്ളത്തിലിട്ട് കലക്കി മറ്റേ കൂറ കവറിലിട്ട മുളക് പൊടി ഉപ്പ് ഇട്ട പൈനാപ്പിൾ. അതാണ് അതിനൊരു കുഴപ്പമില്ല. അറ്റത്തൂടെ വാ വണ്ടി തീരെ പാഞ്ഞ് പോകുന്നിട്ടല്ലേ. എല്ലാം ഹെലിപ്പാഡിൽ പോയിക്കൊണ്ടിരിക്കണേ. ഹെലിപ്പാഡ് പാവനാശം ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് പേടിക്കണ്ട. റോഡ് നിറച്ച് വണ്ടി വരുന്നുണ്ട്. കുറച്ച് ലൈറ്റ് കുറവുണ്ടേ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫാണ്. അങ്ങനെ അതെ നമ്മൾ നടന്ന് എവിടെ എത്തി കാശി? വീട്ടിലെ മുറ്റത്താണ് നമ്മളെ സ്ഥലം എത്താറായി, നമ്മളെ വീട് എത്താറായി. ഇപ്പോൾ നമ്മൾ 92ാമത്തെ ശിവഗിരി ഉത്സവമാണ് ഇപ്പോൾ കാണാൻ പോയതല്ല നിങ്ങളിപ്പോൾ കണ്ടത് അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്. കാശിക്കാണെങ്കിൽ ഒന്നും പറയാൻ വയ്യ. കാശിയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്ളോഗ് ഇപ്പോൾ അവൻ്റെതാണോ അവൻ്റെ അമ്മയുടെതാണോ അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ എന്താ ഡ്രാഗൺ ഫ്രൂട്ടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കാശി. ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയല്ലെന്ന് പറയുന്ന അമ്മ. നീ മിണ്ടാതിരി, അവർ ചിരിക്കും. ഞാൻ എൻ്റെ മണ്ടത്തരം മൊത്തം വിളിച്ചു പറഞ്ഞിട്ട് ചിരിക്കണ്ടത്. എന്തൊരു മണ്ടത്തരം അല്ല, അയ്യോ ഇത് മണ്ടത്തരം അല്ലേ, ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയല്ലേ. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നാണിക്കുട്ടിക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കാം. ഗിഫ്റ്റ് എന്നേ വായിൽ വരത്തുള്ളൂ. നാണിക്കുട്ടിക്ക് വാങ്ങിച്ച സാധനങ്ങളെല്ലാം വാസ്തവമല്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നത്. നാണിക്കുട്ടിക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ നാണിക്കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ അവളെ എക്സ്പ്രഷനും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഒന്ന് നിർത്താം. നമ്മളിനിയും നാളെ ശിവേരിയിൽ പോകും. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കാര്യം എപ്പോഴും വീഡിയോ എടുത്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഒരു ബോറടിക്കൂലേ. ഇവനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതുമില്ല. നീ വീഡിയോ എടുക്കുന്നില്ല. കാശി വീഡിയോ പറഞ്ഞ് അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പം വീട്ടിലോട്ട് പോയിട്ട് നാണിക്കുട്ടിയെ കാണാം. കൊച്ചുറങ്ങി കാണുമോ കാശി? ഉറങ്ങാൻ ചാൻസ് ഇല്ല. കൊച്ചു കാത്തിരിക്കും. കൊച്ചിന് അമ്മ സാധനം വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ് കൊച്ചു കാത്തിരിക്കും. നീ നോക്കിക്കോ, എൻ്റെ പൊടിമോൾ എന്തായാലും നോക്കിയിരിക്കും. അമ്മ ഇപ്പം വരും. ലൈറ്റ് എത്തുന്ന കണ്ണാടി വാങ്ങിക്കുമെന്ന് എന്തായാലും അവൾ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്തായാലും അറിയാം ലൈറ്റ് എത്തുന്ന കണ്ണാടി കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. അയ്യോ മീട്ടൂനല്ലോ മാച്ചാ, മീട്ടൂനൊന്നും വാങ്ങിച്ചില്ല. മീട്ടു നോക്കിക്കൊണ്ട് നിൽക്കുന്നവൻ ഇതൊക്കെ കേൾക്കാൻ പറ്റും. മീട്ടു മാറ്റി തിരിഞ്ഞിട്ട് അമ്മയും കാശിയും വന്നെന്നാണ് മീട്ടു പറയുന്നത്. അല്ല മോനെ, അമ്മ വന്നാ യെസ്, ഗേറ്റൊക്കെ തുറന്നിട്ടേക്കുന്ന. വെൽക്കം മോനെ മീട്ടു, ഉണ്ടായി അമ്മയുടെ ചക്കര മുത്തേ, അമ്മയുടെ പൊന്നേ. കണ്ണാടി വാങ്ങിച്ച് അമ്മ മോക്ക് എന്തെല്ലാം വാങ്ങിച്ച്. അത് ഗ്രാൻഡ്മയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തൈ ചുമപ്പ് വളവും ഉണ്ടേ. ഇത് സ്ഥലം കണ്ടുപിടിച്ച് യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് വേണം ഇതാക്കേണ്ടത്. വെളിയിൽ വെച്ചോണ്ടാ നോക്കിയാണ്. എൻ്റെ പൊന്നിന് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞില്ലേ, അമ്മ തൈ വാങ്ങിച്ച്. ഇതാ കണ്ട, എല്ലാവരും വാങ്ങിച്ചോണ്ട് പോയി. ഇതിൻ്റെ 2 എണ്ണം ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പിടിക്കരുത്. ഇതിൻ്റെ ഒരെണ്ണം കട്ട് ചെയ്ത് വേറെ തൈയാക്കാം. ഈ ഒരെണ്ണം കട്ട് ചെയ്ത് തൈയാക്കാം. അമ്മ തരട്ടാ എൻ്റെ പൊന്നിന്. മോക്ക് കണ്ണടേ. പക്ഷെ ഇനി ശിവേരി പോണമെന്ന് പറയരുത്. കാര്യം എല്ലാ സാധനവും വാങ്ങിച്ചോണ്ട് വന്ന്. ഈ കവർ നിറച്ച് മൂക്കുള്ള സാധനമാണ്. അവിടെ കയറി ഇരുന്ന് നോക്ക്. അവിടെ പോയി ആ സെറ്റിൽ പോയിരുന്നോ? നോക്കിയാണ് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. ഓരോന്നെടുത്ത് നോക്ക്. അയ്യടാ, അതെന്തിനത് വിളിക്കും. തത്ത വിളിക്കും. നമുക്ക് തത്തമ്മ ഇല്ലല്ലേ? നമുക്ക് തത്തമ്മ ഇഷ്ടപ്പെട്ടാ? ഇനി അടുത്ത സാധനം ഇട്ട് എന്തിനാണെന്ന് അടുത്ത കണ്ണാടി വേണമെന്ന് പറഞ്ഞില്ലേ പൊന്നെ? കാശി ചേട്ടൻ മൈസൂർ പോയപ്പോഴേ കൊച്ചിന് കണ്ണാടി വേണമെന്ന് പറഞ്ഞതാണ്. നോക്ക് കണ്ടാ. അയ്യടാ ഇത് ഗ്രാൻഡ്മയ്ക്ക് വെച്ചു കൊടുത്താണ്. ഗ്രാൻഡ്മയ്ക്ക് കണ്ണാടി നീ ഇത് ഇല്ലാന്ന് വേണ്ട. അടിപൊളി. അതിൽ ആ സ്വിച്ചിൽ ഞെക്കിയാൽ വേറെ ലൈറ്റ് എത്തും. ഒരു ലൈറ്റ് അടി ഇനി ഒന്നും കൂടെ കുത്ത്. കണ്ടാ DJ. നമുക്ക് ന്യൂ ഇയറിന് നമുക്ക് ഡാൻസ് കളിക്കാം. ഇതും വെച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ കാശി വേണ്ടാന്ന് പറഞ്ഞു. ഒരു ഗ്രീൻ, എനിക്ക് ഇത് വേണം, റെഡ് വേണമായിരുന്നു. എനിക്ക് റെഡ് ഇഷ്ടപ്പെട്ടു. അത് ഓഫ് ചെയ്തേ. ഇനി അടുത്ത നോക്ക് അങ്ങോട്ട്. എൻ്റെ കൊച്ചിന് എന്തെല്ലാം വാങ്ങിച്ചെന്ന്. റെഡ്. ഇനി റെഡ് വേണ്ടേ മോക്ക്? റെഡും കൂടെ വാങ്ങിക്കാം. ബ്ലാക്കാ
ലൈറ്റാ ലൈറ്റ് എത്തുന്ന കണ്ണാടി ബ്ലാക്ക്. കാശ് എടുത്തോളൂ. പട്ടിക്കുട്ടി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഞാൻ കയ്യിൽ കൊടുറാവളാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ദാണ്ട് ഇവിടെ വെച്ചേരെ, സ്റ്റാൻഡിൽ വെച്ചേരെ. അപ്പൊ അതിന് മോളെ നോക്കി തലയിട്ടാട്ടം. ക്യൂട്ടായിട്ടുണ്ടാ? അടി ശുണ്ടരൻ കുട്ടനാണ്. ശുണ്ടരൻ കുട്ടൻ ഉണ്ടാ കണ്ടാ? ഇഷ്ടപ്പെട്ടാ? 80 80 രൂപയാണ്. ഇനി എന്തിനാണ്? അതാണ് അടിപൊളി സാധനം. അത് അടിപൊളി സാധനം. ഗ്രാൻഡ് മേടെ കൊണ്ടുവിടും. മോക്ക് അറിഞ്ഞൂടാ. ഞാൻ ചേട്ടൻ കാണിച്ചു തരും. കണ്ടിട്ടുണ്ടാ? കൊച്ചിനറിയാം. എന്നെ നോക്ക്. അങ്ങനെയല്ല കറക്കുന്നത്. ഒരു ചേട്ടൻ കാണിച്ചു തരും. കണ്ടാ? അങ്ങനെ കറക്ക. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം കറക്കുമ്പോ ഇതേപോലെ ഒരു രൂപം വരും, വേറെ കറക്കുമ്പോ വേറെ വരും. ഉണ്ടാ? ഇഷ്ടപ്പെട്ടാ? അമ്മയ്ക്ക് അറിയാം മോക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുമെന്ന്. കണ്ടാ? സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഇത്രയായിരുന്നു മോളെ ശിവഗിരി ഉത്സവം. ഇനിയുണ്ടാ? ഇനിയോ എന്തരാണത്? മുറുക്ക് എല്ലാവർക്കും കൊടു. മുറുക്ക്. അയ്യോ എവിടെ പോണു? എവിടാ? വീട്ടു എവിടെ? ഇരി എന്നാ തിന്നടാ. മുറുക്കാണടാ. മുറുക്ക് മക്കൾ തിന്നു. ശിവഗിരി ഉത്സവത്തിന്റെ മുറുക്കുന്ന മോനും തിന്നോ. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും കൊച്ചു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് താങ്ക് യു.